നാളെ കോളേജിനകത്ത് കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഷീ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളെല്ലാം തന്നെ അതിൻ്റെ സ്റ്റേജ് ഒരുക്കലും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം ക്യാമ്പസിനകത്തുണ്ട്. തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കോടതി കോമ്പൗണ്ടിനകത്ത് ഒരു ബാർ അസോസിയേഷൻ്റെ എന്തോ പരിപാടിയാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ പറയുന്ന സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ഒരുപറ്റം വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. അവർ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്ത് വന്ന് ഫ്രണ്ട് ഗേറ്റ് വഴി ഹോസ്റ്റലുകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ വെളിയിൽ ഈ ബാർ അസോസിയേഷൻ്റെ ഈ പറയുന്ന കോടതി കോമ്പൗണ്ടിനകത്ത് വെളിയിലേക്ക് വന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ ഈ പറയുന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം അഭിഭാഷകരായിട്ടുള്ള ആൾക്കാർ കടന്നു വരികയും നമ്മുടെ കുട്ടികൾ നടന്നു പോകുന്ന ഗ്രൂപ്പിനകത്തേക്ക് ഇവർ ഇടിച്ചു കയറി അവരുടെ തോളുകളിൽ കൈയിടുക, അവരോട് അസഭ്യം പറയുക. എന്താ മക്കളെ പ്രശ്നം? സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ മദ്യക്കുപ്പികളുണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ച് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് ഊതുക. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അതിനെതിരെ പ്രതികരിച്ച ഘട്ടത്തിൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അരയിലുള്ള ബെൽറ്റ് ഊരിയിട്ട് വിദ്യാർത്ഥികൾ അടിക്കുന്നു. തൊട്ടടുത്ത് കണ്ട ഈ പാർക്കിംഗ് എഴുതിയ അതായത് സൈൻ ബോർഡുകൾ ഒരു ഊരി അടിക്കുകയാണ് വിദ്യാർത്ഥികൾക്കെതിരെ. പിന്നെ ഈ പറയുന്നത് പോലെ ഈ കോടതിയിൽ ഇന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഭാഗമായി മറ്റ് ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നല്ലോ, അതിൽ നിന്ന് പല ഉപകരണങ്ങളും ഈ സ്ഥലത്തേക്ക് എത്തുന്നു. സ്വാഭാവികമായി ഇവരുടെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ പറയുന്ന കോളേജ് കോമ്പൗണ്ടിന് നമ്മുടെ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ്. പിന്നീട് ഈ സംഘർഷം കോളേജിനകത്തേക്ക്, അതായത് കോളേജിനകത്ത് കുറച്ചുകൂടി വിദ്യാർത്ഥികളുണ്ട്, അവർ ഈ പ്രശ്നം കേട്ട് അറിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലേക്ക് പിന്നീട് ഏകപക്ഷീയമായ അടിയാണ്. ആരാണ് എന്താണെന്ന് ചോദിക്കുന്നില്ല, ഇവർക്ക് കയ്യിൽ കിട്ടിയ വിദ്യാർത്ഥികളെ മുഴുവൻ ഇവർ അടിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന 18ഉം 19ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ 35ഉം 40ഉം വയസ്സുള്ള ഈ തടിമാടന്മാർ ചേർന്ന് അടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഏകദേശം ഒരു 11:30 മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് സംഘർഷാവസ്ഥയാണ്. പിന്നെ ഈ പറയുന്ന അടിക്കല്ലേ എന്ന് വിദ്യാർത്ഥികൾ കേണ് പറയുന്ന ഘട്ടത്തിൽ പോലും യാതൊരു വിധത്തിൽ ഞാൻ ബെൽറ്റ് ഊരി അടിക്കുന്നു, കയ്യിൽ കിട്ടിയ മുഴുവൻ പിന്നീട് മെറ്റൽ വരയ്ക്ക് എറിയുന്നു, കൈ കിട്ടി ഇരുമ്പ് പൊടികളെടുത്ത് എറിയുന്നു. ഇപ്പം നിലവിൽ പിന്നെ ഇവിടെ 10-20ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അതായത് ഗുരുതരമായി പരിക്കേറ്റ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് സഖാവ് ആദിലിന് 12 സ്റ്റിച്ച് തലയിലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 2 DA കുട്ടികൾ, SFIയുടെ സജീവ പ്രവർത്തനമായിട്ടുള്ള സഖാവ് ആദിത്യൻ, ലോ കോളേജിനകത്തെ വിദ്യാർത്ഥിയാണ്, നേരത്തെ പഠിച്ച വിദ്യാർത്ഥിയാണ്. ആദിത്യൻ വീൽ ചെയറിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആയിച്ചനെ ആക്രമിക്കുന്ന ഒരു ഘട്ടം. അതുപോലെ തന്നെ നോയൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരെ അക്രമം. ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള അക്രമം ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പോലും പറ്റാതെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ഈ രീതിയിൽ ക്രൂരമായിട്ടുള്ളൊരു വേട്ടയാടൽ. അവനെന്താ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവും? നേരത്തെ അഭിഭാഷകരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ അവർ ഇല്ല, അതാണ് പറയുന്നത്. നേരത്തെ ഇവരുമായിട്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ ചില അഭിഭാഷകർ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്ന പലരും കാല് നില തുറക്കാത്ത അവസ്ഥയിലാണ്. മുഴുവൻ പേരും മദ്യപിച്ചിട്ടാണുള്ളത്. അതിൽ അവരുടെ മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ പോലീസിനോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരുടെ മെഡിക്കൽ എടുക്കണം, ആ കൂട്ടത്തിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ മദ്യപിച്ചിട്ട് ഏകപക്ഷീയമായി ഈ പറയുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു തുടർന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? അതിനിപ്പോൾ SFIയുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി സഖാക്കളെ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെല്ലാം തന്നെ സന്ദർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടന്നിട്ടുള്ളതാണ്. നാളെ നടക്കേണ്ടുന്ന പരിപാടി ഉൾപ്പെടെ നമുക്ക് മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യമാണ്. ചിലപ്പോൾ വരും. അപ്പോൾ ആ രീതിയിൽ അവരെല്ലാം കണ്ടതിന് ശേഷം ജില്ലാ നേതൃത്വം അറിയിക്കുന്നതായിരിക്കും. എൻ്റെ പേര് അഭിനന്ദാണ്, മഹാരാജ് കോളേജിലെ യൂണിയൻ ചെയർപേഴ്സണാണ്.